മഹേഷ്, നേരത്തെയും സമാനമായ കേസുകൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു. അതും ലൈംഗിക പീഡന പരാതിയായിരുന്നു. അതിലൊന്ന് പ്രകൃതി വിരുദ്ധ പീഡനത്തിനുള്ള പരാതിയായിരുന്നു, കേസായിരുന്നു. അന്ന് ആ കേസുകളിൽ മാതൃകാപരമായി രഞ്ജിത്ത് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലൊരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അന്ന് ആ ശിക്ഷിക്കപ്പെടാതെ പോയതിന് കാരണം അധികാര കേന്ദ്രങ്ങളിലുള്ള രഞ്ജിത്തിന്റെ സ്വാധീനമാണ്. അത് കൃത്യമായി വിനിയോഗിച്ച ആ അധികാര കേന്ദ്രങ്ങളിൽ ഇടപെടിച്ചുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് ആ കേസുകളിൽ നൂരിപ്പോരുന്നത്. നോക്കൂ, അന്നൊരു മാതൃകാപരമായ ശിക്ഷ രഞ്ജിത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടുമായിരുന്നു. ആ രണ്ട് കേസുകളിലും നിയമത്തിന്റെ പഴുതുകൾ എങ്ങനെയാണോ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ രഞ്ജിത്ത് ആ രണ്ട് കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ആദ്യ പരാതി എന്ന് പറയുന്നത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രം. ആ ചിത്രത്തിന്റെ ചർച്ചകൾക്കിടെ ബംഗാളിൽ നിന്നുള്ള ഒരു നടിയോട് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു ഒരു പീഡന പരാതി എന്ന് പറയുന്നത്. മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു ഒരു പരാതി. ആ പരാതി നമുക്കറിയാം. ആ നടി അത് പുറത്തു പറഞ്ഞതിന് ശേഷം വലിയ തോതിൽ അത് കേരളത്തിൽ ചർച്ചയാവുകയും രഞ്ജിത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. എന്നാൽ രഞ്ജിത്ത് ആ ഒരു കേസിനോട് എടുത്തിരിക്കുന്ന സമീപനം കൂടി നമ്മൾ അന്ന് കണ്ടതാണ്. പക്ഷേ അതിന് പിന്നാലെ രഞ്ജിത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹത്തിന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിട്ടൊഴിയേണ്ടി വന്നു. നമുക്കറിയാം ആ ഒരു പരാതിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയമാണ്. അതിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടതാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ബംഗാളിൽ നിന്നുള്ള ആ നടിയുടേത്. അന്ന് രഞ്ജിത്തിന് സ്ഥാനചലനം ഉണ്ടായി എന്നുള്ളതാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് വിട്ടൊഴിഞ്ഞ് പോകേണ്ടി വന്നു. പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. പക്ഷേ 2025 ഒക്ടോബറിൽ രഞ്ജിത്ത് ഈ കേസിൽ ലൈംഗിക അതിക്രമ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഹർജി നൽകിയിരുന്നു. അപ്പോൾ 2009 നടന്ന ഒരു സംഭവത്തിന് പിന്നീട് മജിസ്ട്രേറ്റ് കോടതിക്ക് കേസെടുക്കാനുള്ള സമയപരിധി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ആ കേസ് ആ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. പക്ഷേ അത് നിയമത്തിന്റെ നേരിയ പഴുതിലൂടെ അന്ന് രഞ്ജിത്ത് രക്ഷപ്പെടുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബംഗളൂരുവിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് കാണിച്ച് കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് നൽകിയ പരാതിയായിരുന്നു. സമാനമായ ഒരു പരാതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. രഞ്ജിത്തിനെതിരെ അതിഗുരുതര സ്വഭാവമുള്ള ആ ചെറുപ്പക്കാരൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പരാതി, അന്ന് കേസിനാസ്പദമായ സംഭവം എങ്ങനെയാണോ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ആ കേസിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. 12 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയത്. പക്ഷെ ആ പരാതിയിൽ വ്യക്തത കുറവുണ്ടായിരുന്നു. അതായത് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഒരു പരാതി എന്നുള്ള രീതിയിൽ അത് സ്വീകരിച്ച നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ആ പരാതിയിൽ വ്യക്തത കുറവുണ്ടായിരുന്നു എന്നാണ്. അന്ന് കർണാടക ഹൈക്കോടതിയാണ് രഞ്ജിത്തിനെതിരെയുള്ള ആ കേസ് റദ്ദാക്കിയത്. പക്ഷേ പരക്കെ വിമർശനമുള്ളത് ആ കേസിൽ പല തരത്തിൽ ഈ പരാതിക്കാരനെ രഞ്ജിത്തിനുമായി ബന്ധമുള്ളവർ സമീപിച്ചിരുന്നു എന്നുള്ള അടക്കമുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള ഒരു പരാതി, സമാനമായ രീതിയിലുള്ള സാഹചര്യം രഞ്ജിത്തിന് നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ, അങ്ങനെ പറയാം, ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഓരോ സിനിമയുടെ സെറ്റിലും ആഭ്യന്തര സെല്ലുകളുണ്ട്, ആഭ്യന്തര പ്രശ്നപരിഹാര സെല്ലുകളുണ്ട്, ലൈംഗിക അതിക്രമം തടയാനുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ വിജിലൻ്റായിട്ട് താരങ്ങൾ തന്നെ സഹപ്രവർത്തകർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ സെറ്റിനകത്ത് ഒരു യുവ നടിക്ക് ഈ തരത്തിൽ മോശമായ അനുഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്. പുറത്തു വരുന്ന സൂചനകൾ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അത് അതീവ ഗൗരവമുള്ളതാണ് എന്ന് മാത്രമല്ല, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് പോകുമ്പോൾ, അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ, നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോൾ, കോടതിയിലേക്ക് എത്തുമ്പോൾ ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ്. കാരണം ഇതെത്ര നമ്മൾ സുരക്ഷിതമാണ്, തൊഴിലിടങ്ങൾ സുരക്ഷിതമാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ, പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്നതിന് സമാനമായ നിരവധി പരാതികൾ വരാറുണ്ട്. പക്ഷെ ആ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ പലപ്പോഴും പരാതിക്കാർ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും. കാരണം അത്രയേറെ മോശമായ ഒരു സാഹചര്യം ഈ പരാതി നൽകുന്ന ആളുകൾക്ക് നേരെ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഈ പറയുന്ന താരങ്ങളാണെങ്കിലും അവരിൽ സംവിധായകരാണെങ്കിലും അവരെ ആരാധിക്കുന്ന ഒരു പക്ഷം ആളുകളുണ്ടാകും. ആ ആളുകൾ ഈ പരാതിക്കാർക്കെതിരെ നടത്തുന്ന മോശമായ, ഹീനമായ
പ്രചാരണങ്ങളിൽ മനംനൊന്ത് പലപ്പോഴും ഈ പരാതികളേറെ മുന്നോട്ട് പോകാറില്ല. പലപ്പോഴും ഇത്തരം പരാതികളുടെ പുറകെ നടക്കുക, അത്രയും സമയം കളയുക, അത്രയും എഫേർട്ട് എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി അതിനുണ്ട്. പക്ഷേ ഈ പരാതി യാഥാർത്ഥ്യമെങ്കിൽ അത് അതീവ ഗൗരവമുള്ള കാര്യമാണ് എന്ന് തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തെത്തുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി